ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വികാരിയച്ച, സിസ്റ്റേഴ്സ്, അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, കേരള ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ ചുടുചോരയുടെ ചുവപ്പ് നിറമുള്ളതും മനുഷ്യ മാംസത്തിന്റെ മണമുള്ളതും കണ്ണുനീരിന്റെ കറുപ്പുരണ്ട് നനഞ്ഞു കുതിർന്നതുമായ ഒരുപാട് കടലാസ് കഷ്ണങ്ങളെ നമുക്ക് കാണാം. അതിന്റെ എല്ലാം പിറകിൽ ഒരു ശോകപൂർണമായ കഥയുണ്ട്. കിരാതമായ നരവേട്ടയുടെ വേദനിപ്പിക്കുന്ന കഥ. വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിന്റെ മാദകമായ മണവും മധുരശക്തിയുള്ള മന്ദഹാസവും മലയാള മണ്ണിലേക്ക് മനുഷ്യ ലക്ഷ്യങ്ങളെ മാടി വിളിച്ചപ്പോൾ മലമ്പനിയോടും മലമ്പാമ്പിനോടും മല്ലിട്ട് മജ്ജയും മാംസവും മരയിപ്പിക്കുന്ന മകരമാസത്തിലെ മഞ്ഞും മഴയും സഹിച്ച് കാട് പിടിച്ചിരുന്ന മലയോരങ്ങളെ മലർവാടികളാക്കി മാറ്റിയ ഒരു പിടി മലയോര കർഷകരെ മരണത്തിന്റെ മടിത്തട്ടിലേക്ക് മലർത്തിയെറിഞ്ഞ ഒരുപാട് മനുഷ്യ രാക്ഷസന്മാരുടെ കഥയാണിത്. മത്തുപിടിപ്പിക്കുന്ന മദ്യവും മധുമന്ദഹാസം പൊഴിക്കുന്ന മധുരാശികളുമൊത്ത് മതിമറന്നുല്ലസിച്ച് മണിവീണകൾ മീട്ടി മന്ത്രി കുങ്കുവന്മാർ അവിടെ ആർമ്മതിച്ചു. മാനുഷിക മൂല്യങ്ങളെ മാനിക്കാത്ത മുതലാളി വർഗങ്ങളും ഒത്തുചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ദാരുണ ഫലമായി കിഴക്കൻ മലകളിൽ തീജ്വാലകൾ ആളിക്കത്താൻ തുടങ്ങി. അമരാവതിയിലും അമ്പലവയലിലും കൊട്ടിയൂരിലും കട്ടപ്പനയിലും കുടിയേർപ്പ് ഭൂതം കൂകി വിളിക്കാൻ തുടങ്ങി. അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ അടിച്ചമർത്താനായി അലറിയടുത്ത അന്ധകാര ശക്തികളുടെ അട്ടഹാസവും ആക്രോശവും അവിടെ ഉയർന്നപ്പോൾ അമരാവതി എന്ന നരകാവതിയിൽ ആലംബഹീനരും അവശരുമായവരുടെ നിലവിളികൾ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങി. അവർക്ക് ആശ്വാസത്തിന്റെ കൈത്താങ്ങായി രക്ഷയുടെ ദീപശിഖയും നേന്തി മനുഷ്യരെ രക്ഷിക്കാൻ മലയാള മനുഷ്യർ ഓടി വന്നു. അവരെ തികച്ചും മനുഷ്യ സ്നേഹികൾ എന്ന് വേണം പറയാൻ. അവരെ നമ്മൾ നേതാക്കന്മാരെ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. കാലത്തിന്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കണമെന്ന് നാം സാധാരണ പറയാറുണ്ട്. സത്യത്തിനു വേണ്ടി, സമർത്ഥത്തിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി, സാഹോദര്യത്തിനു വേണ്ടി കരളുറപ്പോടെ, നെഞ്ചുറപ്പോടെ, നിശ്ചയദാർഢ്യത്തോടെ ജീവിക്കണമെന്ന് നാം പറഞ്ഞിട്ടുണ്ട്. ചിലത് പ്രവർത്തിക്കുവാനും ചിലത് പ്രവേശിക്കുവാനും വേണം. അങ്ങനെ പ്രവേശിക്കേണ്ട കാലമാണിത്. നമ്മുടെ നാട്ടിലെ പരിവർത്തനം കൊച്ചു കേരളത്തിൽ തന്നെ ആരംഭിക്കണം. ഒരു പരിവർത്തനത്തിന്റെ സാമൂഹിക സാംസ്കാരിക വിപ്ലവത്തിന്റെ ഒരു വ്യക്തമായ തലമുറ ഇവിടെ ഉണ്ടാകണം. അതിന് ആധുനിക ലോകത്തിലെ കരുത്തുറ്റ നേതാക്കന്മാർ ശക്തി ആർജിക്കണം. നഗരങ്ങളും ഗ്രാമങ്ങളും കൈകോർക്കണം. അതിന് ആരെയും തലവെട്ടണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് സ്നേഹബന്ധത്തിലൂടെ അത് സാധിക്കണം. സാഹോദര്യത്തിന് വേണ്ടി ദാഹിക്കണം, സമത്വത്തിന് വേണ്ടി സംഘടിക്കണം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തണം. നന്ദി.